So welcome back to our channel. So നമ്മൾ നെക്സ്റ്റ് ഇനി നോക്കാൻ പോകുന്ന പ്രോഗ്രാമിംഗ് ഇൻ പൈത്തണിന്റെ മോഡ്യൂൾ 3ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. മെയിനായിട്ട് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ലോസ്ലെസ് ആൻഡ് ലോസി കംപ്രഷൻ മെത്തേഡ്സ് ഓഫ് ഇമേജസ്. മോഡ്യൂൾ 3ൽ നമുക്കറിയാം മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത് ഇമേജ് പ്രോസസ്സിംഗ് ആണ്. മോഡ്യൂൾ 3ൽ ഡിസ്കസ് ചെയ്യുന്ന ടർട്ടിലും അതുപോലെ GUI പ്രോഗ്രാംസും ആണ്. നമ്മൾ മെയിനായിട്ട് ഇവിടെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ലോസ്ലെസ് ആൻഡ് ലോസി കംപ്രഷൻ മെത്തേഡ്സ് ഇൻ ഇമേജസ്. സോ എന്താണ് ലോസ്ലെസ് കംപ്രഷൻ നോക്കാം. എ മെത്തേഡ് ദാറ്റ് പ്രിസർവ്സ് ഓൾ ദ ഒറിജിനൽ ഡേറ്റ, നോ ക്വാളിറ്റി ഈസ് ലോസ്. എല്ലാ ഒറിജിനൽ ഡേറ്റയും പ്രിസർവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലോസ്ലെസ് കംപ്രഷൻ. അതായത് നോ ക്വാളിറ്റി എന്ത് ചെയ്താൽ അവിടെ ലൂസ് ആവത്തില്ല. എന്താ ഇമേജസ് കംപ്രസ് ചെയ്യുന്ന ഒരു ഇമേജ് കംപ്രസ് ചെയ്യുന്ന ടൈമിൽ ഒറിജിനൽ ഡേറ്റയൊന്നും കളയാതെ പ്രിസർവ് ചെയ്യുന്ന മെത്തേഡാണ് ലോസ്ലെസ് കംപ്രഷൻ. എക്സാമ്പിൾ നമ്മുടെ PNG ഫയലൊക്കെ എക്സാമ്പിളായിട്ട് വരും. സെക്കൻഡ് ആണ് ലോസി കംപ്രഷൻ. ലോസി കംപ്രഷൻ എന്ന് പറഞ്ഞാൽ മെത്തേഡ് ദാറ്റ് റിമൂവ് സം ഡേറ്റ ടു റെഡ്യൂസ് ഫയൽ സൈസ്. അതായത് കംപ്രസ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ഡേറ്റ ഫയൽ സൈസിൽ റെഡ്യൂസ് ചെയ്ത് ക്വാളിറ്റി ലോസ് ചെയ്തിട്ട് കംപ്രസ് ചെയ്യുന്ന ലോസി കംപ്രഷനിൽ വരും. എക്സാമ്പിൾ JPEG വരും. ഓക്കെ അല്ലേ? സോ അതാണ് JPEG ഇമേജസിന്റെ ക്വാളിറ്റി ഒക്കെ കുറച്ച് ലോസ് ആയിരിക്കും കമ്പയർഡ് ടു PNG ഫയൽസ്. ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ 3 GUI വിൻഡോ ആട്രിബ്യൂട്ട്സ്. GUI വിൻഡോ ആട്രിബ്യൂട്ട്സ് 3 എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ടൈറ്റിൽ, ജോമെട്രി, റീസൈസബിലിറ്റി. ടൈറ്റിൽ അറിയാലോ, ഒരു വിൻഡോയുടെ ടൈറ്റിൽ സെറ്റ് ചെയ്യാനായിട്ട് വിൻഡോ ഡോട്ട് ടൈറ്റിൽ ഏത് ടൈറ്റിലാണോ നമുക്ക് ബ്രാക്കറ്റിൽ കൊടുക്കാം. ജോമെട്രി എന്ന് പറഞ്ഞാൽ ആ ഒരു സൈസും പൊസിഷനും, വിൻഡോയുടെ പൊസിഷനും സൈസും വിൻഡോ ഡോട്ട് ജോമെട്രി എന്ന് കൊടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ഏതൊക്കെ സൈസാണ് എന്ന് കാണിച്ചാൽ മതി, വിഡ്ത്തും ഹൈറ്റൊക്കെ. പിന്നെ റീസൈസബിലിറ്റി ആണ് കൺട്രോൾ വെദർ ദ വിൻഡോ ക്യാൻ ബി റീസൈസ് ചെയ്യണോ വേണ്ടേ എന്ന് കൺട്രോൾ ചെയ്യുന്നതാണ് റീസൈസബിലിറ്റി. സോ ഈ മൂന്നെല്ലാം ഒരുപാട് GUI വിൻഡോ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. 3 ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തത്. അപ്പം ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ടോ അതെല്ലാം ജസ്റ്റ് നോക്കുക. ഓക്കെ, 3 GUI ആട്രിബ്യൂട്ട്, ഇതൊരു 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 GUI വിൻഡോ ആട്രിബ്യൂട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, വിത്ത് ഒരു എക്സാമ്പിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ മാക്സിമം നോക്കുക. മാക്സിമം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എല്ലാം ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ അവർക്ക് കൂടുതൽ മനസ്സിലാവും, നിങ്ങൾക്ക് കാര്യം അറിയാം, ലാംഗ്വേജ് അറിയാമെന്ന്. ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്, എക്സ്പ്ലെയിൻ ദ 3 ഇമേജ് പ്രോസസിംഗ് പൈത്തൺ ലൈബ്രറീസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബിയിലും പാർട്ട് എയിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് എയിലാണ് ചോദിക്കണേന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക, ഒരു എക്സാമ്പിൾ വെച്ച് പറയുക. പാർട്ട് ബിയിലാണെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുക. അല്ല ഏതൊക്കെ ഒരു പില്ലോ ഉണ്ട്, OpenCV, പിന്നെ SCIT സ്കിറ്റ് ഇമേജ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടിയുണ്ട്. പില്ലോ അറിയാലോ, എന്തിനാണ് ഓപ്പണിങ്ങിനും എഡിറ്റിംഗ്, ഒരു ഇമേജ് ഫയൽസ് ഓപ്പൺ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും വേണ്ടിയുള്ള പില്ലോ ഇമേജ് പ്രോസസിംഗ് ലൈബ്രറി ഉണ്ട്. ഫ്രം പില്ലോ ഇമ്പോർട്ട് ഇമേജ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മോഡ്യൂൾ 3ൽ നമുക്ക് പില്ലോ പഠിക്കാനുണ്ട്. പിന്നെ OpenCV എന്ന് പറഞ്ഞാൽ ഇമേജും വീഡിയോ പ്രോസസിംഗും ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ്. സ്കിറ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഒരു കളക്ഷൻ ഓഫ് അൽഗോരിതമാണ് ഇമേജ് പ്രോസസിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു ലൈബ്രറിയാണ് സ്കിറ്റ് ഇമേജ്. ഓക്കെ അല്ലേ? സോ ഈ 3 ഇമേജ് പ്രോസസിംഗ് ലൈബ്രറീസ് ആണ്, ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പില്ലോ എന്തായാലും മെൻഷൻ ചെയ്യണം. ഓക്കെ, പില്ലോ നമുക്ക് പഠിക്കാനുള്ളതായതുകൊണ്ട് പില്ലോ എന്തായാലും മെൻഷൻ ചെയ്യണം. ഓക്കെ, സോ ഇതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ വെച്ച് എഴുതുക. ഞാനിപ്പോൾ ജസ്റ്റ് പേര് മെൻഷൻ ചെയ്തേ ഉള്ളൂ, നിങ്ങളൊരു എക്സാമ്പിളും കൂടെ വെച്ച് വേണം എഴുതാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ആട്രിബ്യൂട്ട്സ് ഓഫ് ടർട്ടിൽ ഒബ്ജക്റ്റ്. ടർട്ടിൽ ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് അല്ലെ ഏതൊക്കെ, ഒരു കളറുണ്ട്, ഷേപ്പ് ഉണ്ട്, സ്പീഡ് ഉണ്ട്, ഇനി ഒരുപാടുണ്ട്. അപ്പോൾ ഈ കളർ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആ ഒരു ടർട്ടിൽ പെൻ സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ഫിൽ കളർ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കളർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ T. കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ കൊടുത്താൽ ബ്ലൂ കളർ ആയിരിക്കും ടർട്ടിലിൻ്റെ ആ കളറിങ് വരുന്നത്. ഇനി ഷേപ്പ് ആണെങ്കിൽ ടർട്ടിലിൻ്റെ ഷേപ്പിന് ചേഞ്ച് വരുത്താനാണ് T. ഷേപ്പ് എന്ന് വരും. സ്പീഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് മെയിനായിട്ട് ആ ഒരു കൺട്രോൾ, ആ ഒരു ടർട്ടിലിൻ്റെ ഡ്രോയിങ് സ്പീഡ് കൺട്രോൾ ചെയ്യാണ്. T. സ്പീഡ് 5 എന്ന് പറഞ്ഞാൽ അത് 5 സെക്കൻഡ് സ്പീഡ്, അങ്ങനെ ഒരു സ്പീഡ് ലിമിറ്റ് കൊടുക്കാനാണ് സ്പീഡ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. സോ ഞാൻ ഒരു 3 മെൻഷൻ ചെയ്തുള്ളൂ. അപ്പോൾ 3 ആട്രിബ്യൂട്ട്സ് ആണ് മെൻഷൻ ചെയ്യാൻ പറഞ്ഞെങ്കിൽ 3 എഴുതുക. ഇത് ഒരു 3 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. മേ ബി പാർട്ട് ബിയിൽ ചോദിക്കാം, പക്ഷെ 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആട്രിബ്യൂട്ട്സ് ഓഫ് ടർട്ടിൽ ഒബ്ജക്റ്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ഡൗൺ ദ സ്റ്റെപ്സ് ടു ക്രിയേറ്റ് എ GUI ആപ്ലിക്കേഷൻ യൂസിങ് tkinter യൂസ് ചെയ്ത് GUI ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്സ്. ഫസ്റ്റ് എന്താണ്, tkinter ഇമ്പോർട്ട് ചെയ്യുക, പിന്നെ ഒരു മെയിൻ വിൻഡോ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ അതിൽ വിഡ്ജറ്റ്സ്, അതായത് ബട്ടൺസ്, ലേബിൾസ്, അതേപോലത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യുക, പിന്നെ റൺ ദ മെയിൻ ഇവന്റ് ലൂപ്പ്. ഇങ്ങനെ ഒരു 4 സ്റ്റെപ്സ് ആണുള്ളത്. ഇതും 3 മാർക്കിന് പാർട്ട് എയിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ഡൗൺ ദ സ്റ്റെപ്സ് ടു ക്രിയേറ്റ് എ GUI ആപ്ലിക്കേഷൻ യൂസിങ് tkinter. ഓക്കെ, മെയിൻ ആയിട്ടുള്ള 3 സ്റ്റെപ്സ് എഴുതിയാൽ തന്നെ 3 മാർക്സ് അറ്റൈൻ ചെയ്യാൻ പറ്റും.
പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാറ്റിക് ആയിട്ട് പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ടർട്ടിലിന്റെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ സ്റ്റാർ ഷേപ്പ് യൂസിങ് ടർട്ടിൽ ഇൻ പൈത്തൺ. ഒരു ടർട്ടിലിൽ സ്റ്റാർ ഷേപ്പ് ഡ്രോ ചെയ്യാനാണ്. സോ നമ്മൾ അതിൽ ആദ്യം ടർട്ടിലിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. സ്റ്റാർ ഈക്വൽ ടു ടർട്ടിൽ ഡോട്ട് ടർട്ടിൽ എന്ന് പറഞ്ഞാൽ ടർട്ടിലൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റാർ ഡോട്ട് കളർ ഈക്വൽ ടു ബ്ലൂ, നമ്മൾ ബ്ലൂ കളർ കൊടുക്കുകയാണ്. ഫോർ ഐ ഇൻ റേഞ്ച് 5 കൊടുത്തിട്ടുണ്ട്. 5 ടൈംസ് ആണ് ലൂപ്പ് കറങ്ങേണ്ടത്. സോ സ്റ്റാർട്ട് ഇൻ ഫോർവേഡ് 100. നമുക്കറിയാം സ്റ്റാർ എന്ന് പറയുമ്പോൾ എത്ര സൈഡ് ഉണ്ട്, 5 ഉണ്ട്. സോ ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവിടെ 5 റേഞ്ച് കൊടുത്തത്. സ്റ്റാർ ഡോട്ട് ഫോർവേഡ് 100ഉം സ്റ്റാർ ഡോട്ട് റൈറ്റ് 144ഉം കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റാർ ആ ഒരു ആംഗിളിൽ ഡൈവേർട്ട് ആണ് സ്റ്റാർ ഡോട്ട് റൈറ്റ് 144 കൊടുത്തത്. ടർട്ടിൽ ഡോട്ട് ഡൺ എന്ന് വെച്ചാൽ ടർട്ടിൽ എൻഡ് ചെയ്യാൻ വേണ്ടിയാണ്, ആ ഒരു ക്ലോസ് ആവാൻ വേണ്ടിയാണ് ടർട്ടിൽ ഡോട്ട് ഡണ്ണ് കൊടുത്തത്. ഇതെങ്ങനെ റൺ ആവുന്നതെന്ന് കാണിച്ചു തരാം. സോ നോക്കിക്കോ, നമ്മൾ ആ ഒരു നമ്മളെ ലൈൻ ഓഫ് കോഡ് ഒരു സ്റ്റാർ ഷേപ്പ് വരയ്ക്കാനുള്ള കോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൺ ചെയ്യുമ്പോൾ കണ്ടോ, ഇങ്ങനെയായിരിക്കും. നമ്മൾ ആ ടർട്ടിലിന്റെ ബ്ലൂ കളർ മെൻഷൻ ചെയ്ത പോലെ വന്നിട്ടുണ്ട്, സ്റ്റാർ ഷേപ്പും വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ബേസിക് ഇമേജ് പ്രോസസ്സിംഗ് വിത്ത് ഇൻബിൽഡ് ഫംഗ്ഷൻസ് ഇൻ പൈത്തൺ. പൈത്തണിലെ ഇൻബിൽഡ് ഫംഗ്ഷൻസിലെ ബേസിക് ഇമേജ് പ്രോസസ്സിംഗ് ആണ്. നമ്മളിവിടെ കോമൺ ഓപ്പറേഷൻസ് യൂസ് ചെയ്യും. പില്ലിലെ കോമൺ ഓപ്പറേഷൻസ് ആണ്. ഒന്ന് ഓപ്പൺ ആൻഡ് ഷോ, ഇമേജ് ഷോ ചെയ്യാനും ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്പറേഷൻ, പിന്നെ റീസൈസ്, പിന്നെ ഗ്രേ സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, പിന്നെ റൊട്ടേറ്റ് ചെയ്ത് ഇമേജ്. ഇത് മാത്രമല്ല ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട് പില്ലയിൽ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് 2-3 ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് എഴുതുക, ഇത് എന്താണ് എൻ്റെ ചെയ്യുന്നത്, എന്താണ് മെയിനായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഓപ്പൺ ആണെങ്കിൽ ഇമേജ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. റീസൈസ് ആണെങ്കിൽ ഇമേജിന്റെ സൈസ് റീസൈസ് ചെയ്യാൻ വേണ്ടി അത് എഴുതുക. പിന്നെ എൻ്റെ ഫംഗ്ഷൻ, അതിൻ്റെ ആ ഒരു സിൻടാക്സ് എന്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ മെൻഷൻ ചെയ്തില്ല, ആ സിൻടാക്സ്, അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം. ഇത്രയും വെച്ച് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇത് പാർട്ട് എയിലും പാർട്ട് ബിയിലും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഡൗൺ ദ ബേസിക് ഇമേജ് പ്രോസസ്സിംഗ് വിത്ത് ഇൻബിൽഡ് ഫംഗ്ഷൻസ് ഇൻ പൈത്തൺ. ഓക്കെ, പിന്നെ പ്രോഗ്രാമായിട്ട് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടർട്ടിലിന്റെ തന്നെ സെയിം. ഡ്രോ എ പാരലോഗ്രാം യൂസിങ് ടർട്ടിൽ ആൻഡ് ഫിൽ വിത്ത് എ കളർ. ഒരു ടർട്ടിൽ യൂസ് ചെയ്ത് ഒരു പാരലോഗ്രാം വരയ്ക്കുകയും വേണം, ആ ഒരു പാരലോഗ്രാമിന് ഒരു കളർ കൊടുക്കുകയും വേണം. സോ ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ടർട്ടിൽ കൊടുത്തു. സ്ക്രീൻ ഈക്വൽ ടു ടർട്ടിൽ ഡോട്ട് സ്ക്രീൻ എന്നൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. സ്ക്രീൻ ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് കൊടുത്തു, ഫിക്സ് ചെയ്തു. പാരലോഗ്രാം ഈക്വൽ ടു ടർട്ടിൽ ഡോട്ട് ടർട്ടിൽ എന്ന് കൊടുത്തു. പാരലോഗ്രാം ഡോട്ട് ഫിൽ കളർ ലൈറ്റ് ബ്ലൂ ആണ് നമ്മൾ ഫിൽ കളർ ചെയ്യാൻ കൊടുത്ത്. ബിഗിൻ ഫിൽ ചെയ്ത് കഴിഞ്ഞു. ബിഗിൻ ഫിൽ കൊടുത്ത് നമ്മൾ ഫിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഫോർവേഡ് 150. നമുക്കറിയാം പാരലോഗ്രാമിൽ 4 സൈഡ്സ് ഉണ്ട്. സോ ഇവിടെ 4 ഫോർവേഡ് വരും. ഫോർവേഡ് 150, 100, 150, 100. അതേപോലെ 4 ലെഫ്റ്റ് വരും. ലെഫ്റ്റ് 30, ലെഫ്റ്റ് 150, ലെഫ്റ്റ് 30. അത് ഓരോ ആംഗിൾ ആണ്. ലെഫ്റ്റ് ആ ഒരു ഇപ്പൊ നമ്മളിങ്ങനെ ഒരു പാരലോഗ്രാം അറിയാലോ, സ്ട്രെയിറ്റ് ആയിട്ടൊന്നും അല്ല പോകുന്നത്, ഒരു ആംഗിൾ വെച്ച് ഡൈവേർട്ട് ചെയ്ത് നെക്സ്റ്റ് വെർട്ടെക്സ് എഡ്ജ് വരെയാണ്. സോ അതിനാണ് ഓരോ ഡോട്ട് ലെഫ്റ്റ് 30, 150 കൊടുക്കുന്നത്. അതേപോലെ ഫോർവേഡ്. ഓക്കെ, 2 ഫോർവേഡ് ആണ്. അതായത് നമുക്കറിയാം ഒരു പാരലോഗ്രാമിന് എന്തൊരു ലെങ്ത്തും ബ്രെഡ്ത്തും കാണും. സോ അതാണ് 150, 100 ആയിട്ട് വരുന്നത്. പിന്നെ 30, 150, 30 എന്ന് പറയുന്ന ആ ഒരു ആംഗിൾ ഓഫ് ഡൈവേർഷൻ ആണ്. ഓക്കെ അല്ലേ? പിന്നെ പാരലോഗ്രാം എൻഡ് ഫിൽ കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ആവും. ഇതെങ്ങനെ റൺ ചെയ്യുന്നതെന്ന് നോക്കാം. സോ നമ്മൾ നേരത്തെ കൊടുത്ത ലൈൻ ഓഫ് കോഡാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആദ്യം അറിഞ്ഞ പോലെ ഇമ്പോർട്ട് ടർട്ടിൽ എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ട് ചെയ്തു. പിന്നെ ആ ഒരു സ്ക്രീൻ സെറ്റ് ചെയ്യാനാണ് സ്ക്രീൻ ഈക്വൽ ടു ടർട്ടിൽ ഡോട്ട് സ്ക്രീൻ എന്ന് കൊടുത്തത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ ഒരു ടർട്ടിൽ നിന്നൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ കളർ മെൻഷൻ ചെയ്തു. വരയ്ക്കാനുള്ള 30 ഡിഗ്രി ടേൺ ചെയ്യാനാണ് ഡോട്ട് ലെഫ്റ്റ് 30. അതേപോലെ 150 ഡിഗ്രി ടേൺ ചെയ്യാനാണ്. ഓക്കെ, അങ്ങനെ ഓരോന്നാണ്. ഇത് ഓരോ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഓരോ സൈഡ് ഡ്രോ ചെയ്യാനാണ്. ഫോർവേഡ് 150, ഫോർവേഡ് 100 എന്നൊക്കെ. ഓക്കെ അല്ലേ? ഇത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇങ്ങനെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. നമ്മൾ കൊടുത്ത ബ്ലൂ കളർ തന്നെയല്ലേ ഫില്ലായത്. ഓക്കെ അല്ലേ? ഇതേപോലെ ചോദിക്കാവുന്ന നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് പാർട്ട് ബിയിൽ. റൈറ്റ് എ GUI പ്രോഗ്രാം ടു ഡിസ്പ്ലേ ആൻ ഇമേജ് വിത്ത് ടൈറ്റിൽ. ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യണം, വിത്ത് ടൈറ്റിലായിട്ട് ഡിസ്പ്ലേ ചെയ്യാനുള്ള. ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ഈ കാണിക്കുന്ന പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് വീട്ടിൽ സിസ്റ്റം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കി തന്നെ പ്രാക്ടീസ് ചെയ്യുക. പ്രോഗ്രാംസ് മാക്സിമം എഴുതി നോക്കാനും കൂടെ ശ്രമിക്കുക. ജസ്റ്റ് നിങ്ങൾ ഇത് നോക്കി നിങ്ങൾ ഓക്കെ ഇങ്ങനെ നോക്കിയിട്ട് പോയില്ല, ജസ്റ്റും കൂടെ എഴുതി ഒന്ന് നോക്കുക. അതേപോലെ ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? സോ ഇത്രയാണ് മൊഡ്യൂൾ 3യിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. മെയിനായിട്ട് ടർട്ടിലിൻ്റെ ഫംഗ്ഷനിങ് കാര്യങ്ങളും നോക്കുക. അതേപോലെ GUI പ്രോഗ്രാംസും നോക്കി. ഓക്കെ അല്ലേ?